പറയുന്നത് നിങ്ങളുടെ SLC എക്സാമിന് ഇംഗ്ലീഷിൽ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഇഡിയംസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എന്നാണ് എഴുതാൻ പറയുന്നത്. Can you visualize the following idioms and make sentence with each of them? ഒരു പിക്ചർ തന്നിട്ട് അത് ഏത് ഇഡിയം ആണെന്ന് ചോദിക്കും. അതുപോലെ ഇഡിയം തന്നിട്ട് അത് ഒരു സെന്റൻസിൽ അപ്ലൈ ചെയ്യാനും പറയും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണിത്. നമുക്ക് നോക്കാം. ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരാൾ ഇങ്ങനെ കുട ചൂടി പോകുന്നുണ്ട്, നന്നായിട്ട് എന്ത് പെയ്യുന്നുണ്ട്, കാറ്റ്സും ഡോഗുകളും ഒക്കെ പെയ്യുന്നുണ്ട്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇഡിയം ആണ് ഇംഗ്ലീഷിലെ. നമുക്ക് നോക്കാം. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എക്സ്ട്രീം ഹെവി റെയിൻ എന്നാണ് അതിന്റെ അർത്ഥം. നന്നായിട്ട് പെയ്യുന്ന മഴ. അപ്പം റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു പോവുക. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ഹെവി റെയിൻ. നമുക്കിനി അടുത്തത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള മറ്റൊരു ഇഡിയം ആണ് എന്ത്? റാക്ക് യുവർ ബ്രെയിൻ. റാക്ക് യുവർ ബ്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഭയങ്കര ഒരു ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാധനം നമ്മൾ കഷ്ടപ്പെട്ട് ചിന്തിക്കുക എന്ന് പറയില്ലേ, അതുപോലെ. ടു തിങ്ക് വെരി ഹാർഡ് ഇൻ ഓർഡർ ടു ട്രൈ ടു റിമെമ്പർ സംതിങ് ഓർ സോൾവ് എ പ്രോബ്ലം. അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ ഒരു കാര്യം ചിന്തിച്ചെടുക്കാനോ നമ്മൾ തല പുണ്ണാക്കുക എന്ന് പറയില്ലേ, സിംപ്ലി തല പുണ്ണാക്കി നമ്മൾ ചിന്തിക്കുക. നമുക്കിനി ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ബ്ലൂ മൂൺ എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലേ. അതേപോലെ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് വെരി റെയർലി ഓർ ഇൻഫ്രീക്വന്റ്ലി. അതായത് വളരെ റെയർ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് എന്ത് ചെയ്യുക? വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഉപയോഗിക്കാം. ഹോൾഡ് യുവർ ടങ്. വായ അടക്കി പിടിക്കുന്ന അറിയില്ലേ നമ്മള്. അതായത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്നതാണ് എന്ത്? ഹോൾഡ് യുവർ ടങ് എന്ന് പറയുന്നത്. റീഫ്രെയിൻ ഫ്രം സ്പീക്കിംഗ് or to keep silent, especially to avoid causing trouble or offense. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇഡിയം ആണെന്ത്? ഹോൾഡ് യുവർ ടങ്. അടുത്തത് സ്പിൽ ദ ബീ. അതായത് നമ്മൾ അറിയാതെ ഒരു സീക്രട്ട് പറഞ്ഞു പോവാന്ന് പറയില്ലേ, അതാണ് റിവീൽ സീക്രട്ട് ഇൻഫർമേഷൻ. അതായത് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ റിവീൽ ചെയ്യാം. ഇനി അടുത്ത് നോക്കൂ. എ പീസ് ഓഫ് കേക്ക്. വളരെ എളുപ്പം ഉള്ള ഒരു ടാസ്കിനെ പറയാൻ വേണ്ടിയിട്ട് സംതിങ് ദാറ്റ് ഇസ് വെരി ഈസി ടു ഡു. അതായത് ഈസി ആയിട്ടുള്ള ഒരു ടാസ്കിനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് എന്ത്? എ പീസ് ഓഫ് കേക്ക്. ഇനി അടുത്ത് തന്നെ വേറെ കേക്കുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരാണ് ദ ഐസിങ് ഓൺ ദ കേക്ക്. അതായത് കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഒരു ഐസിങ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ആ ഒരു സിറ്റുവേഷൻ അടിപൊളിയാക്കുന്ന ഒരു ഇത്. സംതിങ് ദാറ്റ് മേക്സ് എ ഗുഡ് സിറ്റുവേഷൻ ഈവൻ ബെറ്റർ. അതായത് ഒരു സിറ്റുവേഷനെ കുറച്ചും കൂടി ഒന്ന് ഈവൻ ബെറ്റർ ആക്കി കാണിക്കുന്നതിനെയാണ് എന്ത് പറയാ? ഐസിങ് ഓൺ ദ കേക്ക്. ഐസിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ഈ കേക്കിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കുന്ന ക്രീം ഒക്കെ ഇല്ലേ, അതിനെയാണ് ഐസിങ് എന്ന് പറയാം. പീസ് ഓഫ് കേക്കും ഐസിങ്ങും തമ്മിൽ മാറിപ്പോയത്. പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംതിങ് ദാറ്റ് ഇസ് വെരി ഈസി ടു ഡു. ഐസിങ് ഓൺ ദ കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംതിങ് ദാറ്റ് മേക്സ് എ സിറ്റുവേഷൻ ഈവൻ ബെറ്റർ. റാക്ക് വൺസ് ബ്രെയിൻ നമ്മൾ പറഞ്ഞു. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ബ്രേക്ക് ദ ഐസ്. ഐസ് ബ്രേക്കിംഗ് സെക്ഷൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അതേപോലെ ഡു ഓർ സേ സംതിങ് ടു റിലീവ് ടെൻഷൻ വെൻ സ്ട്രേഞ്ചേഴ്സ് മീറ്റ്. അതായത് രണ്ട് ആളുകൾ, പരിചയമില്ലാത്ത ആളുകൾ മീറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? ബ്രേക്ക് ദ ഐസ്. അവർ തമ്മിലുള്ള ആ ഒരു അപരിചിതത്വം, അതായത് സ്ട്രേഞ്ച് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഐസ് ബ്രേക്കിംഗ്. അപ്പം വളരെ കുറച്ച് ഇഡിയംസേ ഉള്ളൂ, നിങ്ങൾ പഠിക്കുന്നു വിചാരിക്കുന്നു. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഹോൾഡ് യുവർ ടങ്, സ്പിൽ ദ ബീൻ, എ പീസ് ഓഫ് കേക്ക്, ദ ഐസിങ് ഓൺ ദ കേക്ക്, റാക്സ് വൺസ് ബ്രെയിൻ, റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്, ബ്രേക്ക് ദ ഐസ്. താങ്ക് യു.